ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടൊരു നാടൻ ചിക്കൻ കറി തയ്യാറാക്കാം. അതിനായിട്ട് ആദ്യം ഒരു മിക്സഡ് ജാറിലേക്ക് ഇട്ടത് ചുവന്നുള്ളി, കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, 3 പച്ചമുളകും കൂടി ചേർത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു ഉരുളി അടുപ്പിൽ വെച്ച് ചൂടാകുന്ന സമയത്ത് 3/4 കപ്പ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം. ഇനി ചതച്ച് വെച്ചിരിക്കുന്ന ഐറ്റംസും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിൻ്റെയൊക്കെ ആ പച്ച ടേസ്റ്റ് മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് 7 സവാള സ്ലൈസായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. ഉപ്പ് കൂടി ചേർത്തിട്ട് വഴറ്റുകയാണെങ്കിൽ സവാള പെട്ടെന്ന് തന്നെ സോഫ്റ്റായിട്ട് കിട്ടും. ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഇനി ഇത് മൂടി വെച്ചിട്ട് കുറച്ച് സമയം കുക്ക് ചെയ്യാം. അങ്ങനെ സവാള നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഇനി 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് കാശ്മീരി ചില്ലിയും എരിവുള്ള മുളക് പൊടി മിക്സഡാണ് കേട്ടോ. ഇനി 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പൊടികളുടെ ആ പച്ച ടേസ്റ്റ് മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതിലേക്ക് 2 മീഡിയം സൈസ് തക്കാളി സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. തക്കാളി നല്ല സോഫ്റ്റായിട്ട് എണ്ണ തെളിഞ്ഞ് വരുന്നത് വരെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ മുഴുവനായിട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മസാലയിൽ വഴറ്റിയെടുക്കാം. മസാലയിൽ ചിക്കൻ നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഒരു 3-4 മിനിറ്റ്സ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ വെള്ളം ചേർക്കുന്നില്ല, മൂടി വെച്ചിട്ട് കുറച്ച് സമയം കുക്ക് ചെയ്തെടുക്കാം. ഏകദേശം 15 മിനിറ്റ് ആയിട്ടുണ്ട്. ചിക്കനിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് ചിക്കൻ നല്ല പാകത്തിന് കുക്കായിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ 2 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, നല്ലൊരു ഫ്ലേവറിനാണ്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മൂടി വെച്ചിട്ട് 3-4 മിനിറ്റ് കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് വാങ്ങി വെക്കണം. ഗ്രേവി കൂടുതൽ വേണ്ടവർക്ക് ആവശ്യത്തിന് ചൂടുവെള്ളം ഒഴിച്ചു കുക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഞാൻ ഈ ഒരു പരുവത്തിലാണ് കുക്ക് ചെയ്തെടുത്തത്. ഇത് അപ്പത്തിൻ്റെയും പൊറോട്ടകളുടെയും അതുപോലെ ബിരിയാണി, സാധാ റൈസിൻ്റെ കൂടെ ഒക്കെ നമുക്ക് സെർവ് ചെയ്യാം. ഇതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇവിടെ എൻ്റെ ബെസ്റ്റ് കോംബോ കപ്പപ്പുഴുക്കാണ് കേട്ടോ. എല്ലാവരും ഇതേ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക. നല്ല റെസിപ്പികൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.